ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയൊരു അൽഫാമിൻ്റെയും മന്തിൻ്റെയും റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുവെക്കുക. അതുപോലെ വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മന്തിയൊക്കെ കഴിക്കാൻ കൊതിയാവുന്ന സമയത്ത് റെസ്റ്റോറൻറ്റിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാനിത് അവിടെ 1 കിലോ ചിക്കനാട്ടോ എടുത്തിട്ടുള്ളത്. മന്തി ഉണ്ടാക്കുമ്പോൾ ചിക്കൻ്റെ പീസ് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ ആണ് ചിലരൊക്കെ എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് മന്തി ഉണ്ടാക്കണം എന്നുള്ള രീതിയിലല്ല കേട്ടോ ചിക്കൻ ഇവിടെ വീട്ടിലുണ്ടായിന്. അപ്പോൾ എൻ്റെ ചിക്കൻ അത്ര വലുപ്പമൊന്നുമില്ല, ഒരു ബിരിയാണിക്കൊക്കെ വെട്ടണ ആ ഒരു രീതിയിലുള്ളൂ. പിന്നെ അതാ ചിക്കൻ്റെ കഴുത്ത് അതേപോലെ ചെറിയ ചെറിയ പീസൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റി വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ എടുക്കുന്ന സമയത്ത് പറയാം. പിന്നെ ആദ്യം ഞാൻ ഇതിന് വേണ്ട മസാല ആയിട്ട് റെഡിയാക്കി എടുക്കുന്നത് അറബിക് മസാല എന്നൊക്കെ പറയില്ലേ, മന്തിക്കും കപ്സിക്കും ഒക്കെ എടുക്കുക ഈ ഒരു മസാല. അപ്പോൾ ഞാനിത് അവിടെ 2.5 സ്പൂണ് പിന്നെ മല്ലി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 സ്പൂണ് കുരുമുളക് എടുത്തിട്ടുണ്ട്. ഒരു 6-7 പിന്നെ ഏലക്കായ എടുത്തിട്ടുണ്ട്. ഒരു ബേ ലീഫ്, പിന്നെ ഈ കറുത്ത നാരങ്ങ ഉണ്ടല്ലോ, കറുത്ത നാരങ്ങൻ്റെ ഒരു ചെറിയൊരു ഭാഗം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂണ് നല്ല ജീരകം, അതേപോലെ തന്നെ 2-3-4 കറാമ്പൂ, പിന്നെ 2-3-4 കഷ്ണം പട്ട, പിന്നെ അതുപോലെ തന്നെ ഈ ബിരിയാണി മസാലയിൽ ഉണ്ടാവില്ലേ സ്റ്റാർ ആയിട്ടൊരു സാധനം, അത് ഒന്നാട്ടോ ഞാൻ എടുത്തിക്കണത്. 2 ഉണ്ടെങ്കിൽ 2 എടുക്കുക. തക്കോലം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുള്ളേനി കേട്ടോ, അപ്പോൾ ഞാൻ 1 എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഇതൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്താലും മതി. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് ചൂടാക്കണില്ല കേട്ടോ, ഞാൻ ഇതേപോലെ തന്നെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചൂടാക്കുകയാണെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, തീ കൂടിപ്പോയാൽ കരിയും പെട്ടെന്ന്. അപ്പോൾ ഞാൻ ചൂടാക്കിയിട്ടൊന്നുമില്ല, അതേപോലെ തന്നെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. അത് നല്ലോണം പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചൂടാക്കിയൊന്നും ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഞാനിത് ചൂടാക്കാഞ്ഞത് ഗ്യാസ് തീർന്നിക്കണം കേട്ടോ. പിന്നെ കറണ്ട് അടുപ്പം പോലെ ആകുമ്പോൾ ചിലപ്പോൾ കരിയും, തീ വേഗം കൂടും ഇതിന്. അപ്പോൾ പിന്നെ നമ്മുടെ മസാലയ്ക്ക് സ്മെല്ലൊക്കെ മാറും. അപ്പോൾ എന്തായാലും അതൊക്കെ പൊടിച്ചെടുത്തു. പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു തക്കാളി, അതേപോലെ തന്നെ ഒരു സവാളി, 2 പച്ചമുളകും മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച ആ ഒരു ജാറിൽ തന്നെ ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഇതിങ്ങനെ തന്നെ അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനൊന്ന് മസാലയൊക്കെ തേച്ച് വെക്കാം. അപ്പോൾ ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് ആദ്യം ഒരു 2 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയും തക്കാളിയൊക്കെ നമ്മൾ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തല്ലോ, ആ ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ 1 കിലോ റൈസും 1 കിലോ ചിക്കനുമാണ് എടുത്തിട്ടുള്ളത്, അതിൻ്റെ അളവാണ് ഇപ്പോൾ പറയുന്നത്. ഇനി നമ്മൾ ഫസ്റ്റിൽ ഉണ്ടാക്കിയ മസാല ഉണ്ടല്ലോ അറബിക് മസാല, അത് 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ മസാലയൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കണക്കാട്ടിൽ നല്ലത് നമ്മൾ വീട്ടിലുണ്ടാക്കണം. വീട്ടിലുണ്ടാക്കുമ്പോൾ നല്ല സ്മെല്ലും നല്ല ഫ്ലേവറൊക്കെ ഉണ്ടാവും. കുറച്ച് മസാല ഇട്ട് കൊടുത്താൽ തന്നെ നല്ല സ്മെല്ല് ഉണ്ടാവും. പിന്നെ അതിലേക്കൊരു ചിക്കൻ മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല തണുപ്പായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പൊടിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായത്. അപ്പോൾ അതും ചേർത്ത് കൊടുത്തു. പിന്നെ അതാ 1 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സുർക്കയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ കുറച്ച് സുർക്കയും ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളൂ കേട്ടോ, കാരണം ഈ ഒരു മാഗി ക്യൂബിലുണ്ടാവും ഉപ്പ്. പിന്നെ നമ്മളെ ഭാഗം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഉപ്പ് ഏറിപ്പോവും, അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് കുറച്ച് കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ചേർക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ടേസ്റ്റിലൊന്നും വ്യത്യാസമോ കാര്യമൊന്നും ഉണ്ടാവില്ല, പക്ഷേ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവാൻ വേണ്ടി നമ്മൾ വീഡിയോ എടുക്കല്ലേ, അതിന് വേണ്ടിയിട്ട് കുറച്ച് കളറ് ചേർത്തുന്നുള്ളൂ കേട്ടോ. പിന്നെ ഒക്കെ കൂടെ കൈകൊണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് മസാലയൊക്കെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട് കൈകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് തിരുമ്മി കുഴച്ചെടുത്തു. പിന്നെ ഇതാ കുറച്ച് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടും അതേപോലെ തന്നെ കൈകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കണം. തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതാ ഒരു 1/4 കപ്പോളം തൈരും ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഞാൻ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂർ വെക്കുകയാണെങ്കിൽ ചിക്കനിൽ നല്ലോണം മസാല പിടിക്കും. അപ്പോൾ നമുക്ക് അത്ര ടൈമില്ല കേട്ടോ വെക്കാൻ. അപ്പോൾ ഞാൻ എന്തായാലും ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്.
അപ്പോൾ ചിക്കനിൽ മസാലയൊക്കെ പിടിക്കട്ടെ. പിന്നെ നമ്മളിവിടെ ചിക്കൻ്റെ ചെറിയ പീസൊക്കെ വെച്ചിനല്ലോ, അത് നമുക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് അതിക്ക് ചെറിയൊരു കഷ്ണം സവാള അരിഞ്ഞിട്ട് കൊടുത്തിന്. പിന്നെ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മളെ മിക്സിൻ്റെ ജാറ് കഴുകിയിട്ട് ചുഴറ്റിയിട്ട് അതിൽ ആ ഒരു വെള്ളമൊക്കെ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുക്കറിലിട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. സവാളക്ക് പകരം സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി കേട്ടോ. എൻ്റെ കയ്യിലില്ലേനി, അപ്പോൾ ഞാൻ സവാള ചേർത്തുന്നുള്ളൂ. അങ്ങനെ അത് അടുപ്പത്ത് വെച്ചു. പിന്നെ അത് അരി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇത് വൈറ്റ് സെല്ലാ റൈസാണ് കേട്ടോ. ഗോൾഡൻ സെല്ലാ റൈസാണ് നല്ലതെന്ന് പറയണ കേൾക്കാം. എൻ്റെ കയ്യിലിപ്പോൾ വൈറ്റ് സെല്ലാ റൈസാണ് ഉള്ളത്. അപ്പോൾ അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 1 മണിക്കൂറോളം വെള്ളത്തിൽ കിടക്കണ അരി. പിന്നെ ഞാൻ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാരറ്റും അതേപോലെ തന്നെ ഒരു ക്യാപ്സിക്കം ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 1 മണിക്കൂറൊക്കെ ആയതിന് ശേഷം ഞാൻ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ അടുപ്പിൽ വെച്ചാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മളെ ഫ്രൈ പാൻ ഇത് അടുപ്പത്ത് വെച്ചേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അൽഫാം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചിക്കന്. അൽഫാമിന് ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ചിക്കന് നമ്മൾ പാനിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നല്ലോണം അടച്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ, ആവിയൊന്നും പുറത്ത് പോവാത്ത രീതിയിൽ. എന്നാലുള്ള ചിക്കൻ വെന്ത് കിട്ടുക. ചിക്കൻ നല്ലോണം 2 വശവും തിരിച്ചും മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കണം. എന്നിട്ട് നല്ലോണം ഇങ്ങനെ മൊരിയിച്ചെടുക്കണം കേട്ടോ. അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ വിറകടുപ്പിലാണെന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഇതേപോലെ അടച്ചു വെച്ച് പിന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരും കുറച്ച് കഴിയുമ്പം. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് വെച്ചാൽ മതി. അപ്പോൾ ആ വെള്ളം വറ്റും ചെയ്യും അതേപോലെ. അപ്പോൾ ഒരു ഭാഗമൊക്കെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനിതാ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ കുറച്ച് വെള്ളം, കുറച്ച് നേരത്തെ ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടായിന്. ആ വെള്ളം ഇങ്ങനെ തുറന്ന് വെക്കുമ്പോൾ അതിൽ വറ്റും ചെയ്യും. ഇങ്ങനെ നമ്മൾ അടച്ചു വെച്ചിട്ടില്ലെങ്കിൽ ചിക്കൻ വേവൂല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ നല്ലോണം വേവണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇളക്കി കൊടുത്തിട്ട് പിന്നെ വീണ്ടും അങ്ങനെ അടച്ചു വെച്ചാൽ മതി. ഇപ്പോൾ ഇതാ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. 2 ഭാഗവും നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലിങ്ങനെ ചെറുതായിട്ട് കരിഞ്ഞ ഇതൊക്കെ ഉണ്ടായിന് മസാല. അപ്പോൾ അതൊക്കെ ഞാൻ അതിന് മാറ്റിയിട്ടോ. പിന്നെ കുറച്ചും കൂടെ ഉണ്ടായിന് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ, അതവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാ നമ്മളെ ചിക്കൻ സ്റ്റോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇത് അളന്ന് നോക്കിയപ്പോൾ 3 കപ്പാണ് കേട്ടോ ഉള്ളത്. നമ്മളിപ്പോൾ 3.5 കപ്പ് അരിയാണ് കേട്ടോ പിന്നെ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടല് 7 കപ്പ് വെള്ളമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ബാക്കി നമുക്ക് ചൂടുള്ള വെള്ളം വേറെ എടുക്കാം. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ നമ്മൾ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്യാൻ വെച്ചിരുന്നല്ലോ, അപ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ്റെ 2 വശം ഒന്ന് നല്ലോണം മൊരിഞ്ഞൊന്ന് റെഡി ആവട്ടെ. അപ്പോൾ തന്നെ നമുക്ക് മന്തിൻ്റെ റൈസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിത് അവിടെ കരണ്ടടുപ്പുമ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി 1 കുടം വെളുത്തുള്ളി ഉണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ക്യാരറ്റ് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിലും അതും ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ ചെറിയൊരു ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്തു. സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ ഒരു ചിക്കൻ മാഗി ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. നല്ലോണം കളർ മാറോളം വഴറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതാ നമ്മൾ മന്തി മസാല ഉണ്ടല്ലോ, നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ ആ ഒരു മസാല 1 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കൂടി പോകരുത് കേട്ടോ, കുറച്ച് മതി. 1/4 ടീസ്പൂണൊന്നും ഇല്ല, ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം 1 സ്പൂണ് മുഴുവനായിട്ടുള്ള കുരുമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കറുത്ത നാരങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടെല്ലാം കൂടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്കുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. റൈസ് വേവിക്കാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചിക്കൻ സ്റ്റോക്ക് റെഡിയാക്കി വെച്ചിനല്ലോ, അത് ചേർത്ത് കൊടുത്തു. ഇതിപ്പോൾ 3 കപ്പാണ് കേട്ടോ ഉള്ളത്. ഇനി ഞാനിതിലേക്ക് ഒരു 4 കപ്പോളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊന്ന് നല്ലോണം തിളച്ച് വരട്ടെ. ഈ ചിക്കൻ്റെ സ്റ്റോക്ക് മന്തി റൈസിക്ക് ചേർക്കുമ്പോൾ ഉണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റുള്ള റൈസായിട്ട് കിട്ടും. പിന്നെ ഇത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. നമ്മൾ മാഗി ക്യൂബ് ചേർക്കുമ്പോൾ അതിൽ തന്നെ ഉണ്ടാവും ഉപ്പ്. പിന്നെ നമ്മൾ മന്തിൻ്റെ റെസിപ്പി ഇതിൻ്റെ മുന്നേ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അതിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിലാണ് കേട്ടോ ഇപ്പോൾ ഇന്ന് ചെയ്യണത്. അപ്പോൾ വെള്ളം നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ചിക്കൻ എന്തായിക്കണം നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ അതാ 2 വശവും നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു കേട്ടോ.
അപ്പോൾ നമ്മൾ അൽഫാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട്. അരി 1 മണിക്കൂറോളം വെള്ളത്തിൽ കടന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി വെള്ളം ചോരാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ അരിയിലും ഉണ്ടാവും വെള്ളം കുറച്ചൊക്കെ, പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളവും ഒക്കെ കൂടെ ആകുമ്പോൾ ചിലപ്പോൾ വെള്ളം ഏറിപ്പോവും. അപ്പോൾ വെള്ളം കളഞ്ഞതിന് ശേഷം അരി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനി ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെറിയ തീയിലിട്ട് കൊടുത്തേക്കാണ്. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് വറ്റും, റൈസ് വെന്ത് കിട്ടൂല. അപ്പോൾ ചെറിയ തീയിലിട്ട് വെച്ചേക്കാണ് കേട്ടോ. എന്നിട്ട് ഇതാ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. കുറച്ച് സമയം കൂടെ ഒന്ന് ചെറിയ തീയിലിട്ട് വെക്കുന്നുണ്ട്. റൈസ് ഒന്നും കൂടെ വെന്ത് കിട്ടാനുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഏറ്റവും ചെറിയ ഇതിലാണ് ഇട്ടിട്ടുള്ളത്. 400-ലാണ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി നമ്മുടെ മന്തി റൈസൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ചിക്കനിൽ ഞാൻ തേച്ച മസാല അല്ലാതെ പെപ്പർ ചിക്കനൊക്കെ ആക്കിയിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ കാന്താരി ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കാന്താരി അരച്ച് ചേർത്താലൊക്കെ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു രീതി നിങ്ങൾക്ക് കാണിച്ചു തന്നു. ചിക്കനൊക്കെ അത് അതിൻ്റെ മേലേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ കുറച്ചുണ്ടേനും അത് ഇതിൻ്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൈസും ചിക്കനും ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു മണ്ണിൻ്റെ ചെറിയൊരു ബൗളിൽ കുറച്ച് കനലെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അത് ഇതിൻ്റെ നടുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയ സ്റ്റീലിൻ്റെ ബൗളിലായാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ മണ്ണിൻ്റെ ചട്ടി ഉണ്ടായതുകൊണ്ട് അതിൽ ഇട്ട് കൊടുത്തു എന്നുള്ളൂ. പിന്നെ എനിക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ ഒരു പുക പുറത്ത് പോവാതെ നല്ല രീതിയിൽ തന്നെ നല്ല ടൈറ്റ് ആയിട്ടുള്ള അടപ്പുണ്ടെങ്കിൽ അങ്ങനെ അടച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു അടപ്പിന് ചെറിയ 2-3 ഹോൾസ് ഉണ്ട് കേട്ടോ. ആ ഒരു ഹോൾസ് ഞാൻ അടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഏറ്റവും ചെറിയ തീയിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് വേണ്ട, ഒരു 7 മിനിറ്റൊക്കെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഹോൾസ് നമുക്ക് വെളുത്തുള്ളി വെച്ചിട്ട് അടച്ചു കൊടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ മൈദമാവൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ഇപ്പോൾ വെളുത്തുള്ളി വെച്ചിട്ട് ഇതുപോലെ അടച്ചു കൊടുക്കുക കേട്ടോ ചെയ്തത്. പിന്നെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിത് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. മന്തിൻ്റെ അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അൽഫാമും മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി കഴിക്കാൻ. പിന്നെ ഇതിലേക്കുള്ള മയോണൈസും ചട്നിയൊക്കെ ചിഞ്ചുമോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ടേനി. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ അതിൻ്റെ മുന്നേ ഒരുപാട് ഷെയർ ചെയ്തതാണ്. വിഷമില്ലാത്ത മയോണൈസിൻ്റെയും അതേപോലെ തന്നെ ചട്നീൻ്റെയൊക്കെ റെസിപ്പി കുറേ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ മന്തി ഒരു പ്ലേറ്റിലേക്ക് വിളമ്പി കൊടുക്കുന്നുണ്ട്. ഞാൻ വെറുതെ പറയല്ല കേട്ടോ, നമ്മൾ ചിക്കൻ്റെ സ്റ്റോക്കൊക്കെ ചേർത്തതുകൊണ്ടേ അടിപൊളി ടേസ്റ്റ് ആയിന്. മന്തി റൈസ് കഴിക്കാനും അതേപോലെ തന്നെ അൽഫാമും അടിപൊളി ആയിന്, നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ മന്തിൻ്റെ അൽഫാമിൻ്റെയൊക്കെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.